സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണം പുതിയ വഴിത്തിരിവിലേക്ക് കടക്കുകയാണ്. വെറുമൊരു മോഷണം എന്നതിലപ്പുറം കൃത്യമായ ആസൂത്രണത്തോടെ നടന്ന ഈ കൊള്ളയിൽ തന്ത്രയ്ക്ക് നേരിട്ട് പങ്കുണ്ട് എന്ന SIT കണ്ടെത്തൽ കേരളത്തെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ്. പ്രതികളുമായി തന്ത്രി 2 തവണ പാളികൾ കടത്തി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഈ ഇടപാടുകൾ ചെന്നു നിൽക്കുന്നത് ഭരണകക്ഷികളുടെ ഉന്നത തലങ്ങളിലേക്കാണെന്ന ആക്ഷേപവും ശക്തമാകുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠരര് രാജീവർക്ക് നേരിട്ട് പങ്കുണ്ടെന്നാണ് SITയുടെ കണ്ടെത്തൽ. ദ്വാരപാലക പാളികളും കട്ടിളപ്പാളികളും കടത്തിയതിൽ തന്ത്രയ്ക്ക് പങ്കുണ്ട് എന്നും SIT കണ്ടെത്തി. 2 തവണ പാളുകൾ കടത്തിയതിലും തന്ത്രയ്ക്ക് പങ്കുണ്ട് എന്നും തന്ത്രയ്ക്ക് പ്രതികളുമായിട്ട് സാമ്പത്തിക ഇടപാടുകളുണ്ടെന്നുമാണ് SITയുടെ കണ്ടെത്തൽ. തന്ത്രയ്ക്ക് മറ്റ് പ്രതികളുമായി അടുത്ത ബന്ധമുണ്ടെന്നും SIT വ്യക്തമാക്കി. കൂടുതൽ തെളിവ് ശേഖരണം നടത്തുന്നതായിട്ടും അറിയിച്ചു കഴിഞ്ഞു. കൊല്ലം വിജിലൻസ് കോടതിയാണ് SIT ഇക്കാര്യം അറിയിച്ചത്. 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി, സ്വർണ്ണ മുതൽ നേരിട്ട് കൈകാര്യം ചെയ്ത ഗോവർദ്ധൻ, പങ്കജ് ഭണ്ഡാരി തുടങ്ങിയ എല്ലാ പ്രതികളുമായിട്ട് തന്ത്രി കണ്ഠരര് രാജീവർക്ക് അടുത്ത ബന്ധമുണ്ട് എന്നാണ് SITയുടെ കണ്ടെത്തൽ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതായിട്ടും SIT കോടതിയെ അറിയിച്ചു കഴിഞ്ഞു. ദ്വാരപാലക പാളികൾ കൊണ്ടുപോകുമ്പോഴും കട്ടിളപ്പാളി കൊണ്ടുപോകുമ്പോഴും തന്ത്രി ഇടപെട്ടിട്ടുണ്ടെന്നും SITയുടെ കണ്ടെത്തലിൽ വ്യക്തമാകുന്നു. സ്മാർട്ട് ക്രിയേഷൻസുമായി തന്ത്രയ്ക്ക് അടുത്ത ബന്ധമുണ്ടെന്നും കേരളത്തിന് പുറത്തും തന്ത്രയ്ക്ക് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെന്നുമാണ് SITയുടെ പ്രധാന കണ്ടെത്തൽ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഗൂഢാലോചനയുടെ എല്ലാ ഘട്ടങ്ങളിലും തന്ത്രി ഉണ്ടായിരുന്നു. മുരാരി ബാബുവിന്റെ മൊഴിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ CDR രേഖകളും തന്ത്രിക്കെതിരാണെന്നും SIT കോടതി അറിയിച്ചു കഴിഞ്ഞു. ശ്രീരാംപുര ക്ഷേത്രത്തിലെ തന്ത്രിയുടെ ഇടപാടുകളിലും ദുരൂഹതയുണ്ടെന്നും SIT കണ്ടെത്തിയിട്ടുണ്ട്. കൊല്ലം വിജിലൻസ് കോടതിയിൽ നൽകിയ റിമാൻഡ് റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. തന്ത്രി കണ്ഠരര് രാജീവരെ പ്രത്യേക അന്വേഷണ സംഘം വീണ്ടും ചോദ്യം ചെയ്യൽ തുടങ്ങിയിരിക്കുന്നു. കൂടുതൽ അന്വേഷണത്തിനായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വാങ്ങുവാനാണ് SITയുടെ നീക്കം. അതേസമയം ദ്വാരപാലക പാളികളിൽ നിന്നും മാത്രം 1.5 കിലോയിലേറെ സ്വർണം നഷ്ടമായതായിട്ടാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. 1998 ഈ പാളികളിൽ പൊതിഞ്ഞത് 2 കിലോ സ്വർണമാണ്. എന്നാൽ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി തിരികെ എത്തിച്ചപ്പോൾ അത് 194.9 ഗ്രാം മാത്രമായിരുന്നു എന്നാണ് SIT കൊല്ലം ജില്ലാ വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. ബാക്കി സ്വർണം കൊള്ളയടിച്ചെന്ന് SIT വ്യക്തമാക്കി. ദ്വാരപാലക പാളികളിലെ മാത്രം കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നത്. കട്ടിളപ്പാളിയിലെ സ്വർണം കൂടിയാകുമ്പോൾ ഈ നഷ്ടം കൂടുമെന്നും SITയുടെ വിലയിരുത്തലുണ്ട്. വേർതിരിച്ചെടുത്തത് 989 ഗ്രാം മാത്രമായിരുന്നു എന്നാണ് ആദ്യത്തെ കണക്ക്. എന്നാൽ 1/5 സ്വർണം മാത്രമേ നിലവിൽ ദ്വാരപാലക പാളികളിൽ ഉള്ളൂ എന്നാണ് ഈ നിർണായകമായ കണ്ടെത്തലിലൂടെ വെളിപ്പെടുന്നത്. പവൻ കണക്കിൽ നോക്കിയാൽ 250 പവൻ സ്വർണത്തിൽ നിന്നും തിരികെ എത്തിച്ചപ്പോൾ 50 പവൻ സ്വർണം മാത്രമാണ് ദ്വാരപാലക പാളികളിൽ ഉണ്ടായിരിക്കുന്നത്. ശബരിമലയിൽ നടന്നത് കൂട്ടക്കവർച്ചയെന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കിയിരുന്നു. അയ്യപ്പന്റെ സ്വത്ത് പ്രതികൾ കൂട്ടം ചേർന്ന് കൊള്ളയടിച്ചുവെന്നും കൂട്ടക്കവർച്ചയിൽ കൂടുതൽ പ്രതികൾ ഉണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും കോടതി നിരീക്ഷിച്ചിരുന്നു. SIT കണ്ടെത്തിയ രേഖകളിൽ നിന്നും കൂട്ടക്കവർച്ച പ്രഥമ ദൃഷ്ട്യാ വ്യക്തമാണെന്നും കോടതി പറഞ്ഞു. പത്മകുമാറിനെതിരെയും ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ നിരീക്ഷണമുണ്ടായിരുന്നു. പത്മകുമാർ മുൻ MLAയും ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റുമാണെന്ന് നിരീക്ഷിച്ച കോടതി സ്വാധീന ശക്തിയുള്ള ആളായ പത്മകുമാർ അന്വേഷണത്തെ സ്വാധീനിച്ചേക്കാമെന്ന് കൂടി പറഞ്ഞു. KP ശങ്കർദാസിനെതിരെയും വീണ്ടും ഹൈക്കോടതി വിമർശനമുണ്ടായിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ അന്വേഷണവുമായി സഹകരിച്ച ആളാണ് KP ശങ്കർദാസ്. പെട്ടെന്ന് KP ശങ്കർദാസിന്റെ ആരോഗ്യനില മോശമായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതുകൊണ്ട് മാത്രം അറസ്റ്റ് ഒഴിവാക്കാനായില്ല. KP ശങ്കർദാസിന്റെ അറസ്റ്റ് മനഃപൂർവ്വം വൈകിച്ചു. KP ശങ്കർദാസിന്റെ മകൻ DIG ആണെന്നും ഹൈക്കോടതി പറഞ്ഞിരുന്നു. ഡിസംബർ 5 മുതൽ 19 വരെ അന്വേഷണത്തിൽ വീഴ്ചയുണ്ടായെന്നും ഹൈക്കോടതിയുടെ ആവർത്തനമുണ്ടായിരുന്നു. 90 ദിവസത്തിനകം കുറ്റപത്രം നൽകിയില്ലെങ്കിൽ സ്വാഭാവിക ജാമ്യം ലഭിക്കുമെന്നും കോടതി മുരാരി ബാബുവിന്റെ കാര്യത്തിൽ പറഞ്ഞു. എന്നാൽ ഇപ്പോൾ ജാമ്യം നൽകാനാകില്ല എന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നേരത്തെ ജാമ്യം ലഭിച്ചിരുന്നു. ദ്വാരപാലക പാളി കേസിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിച്ചത്. കർശന ഉപാധികളോടെ കൊല്ലം വിജിലൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചതും. അതേസമയം കട്ടിളപ്പാളി കേസിൽ ജാമ്യം ലഭിക്കാത്ത സാഹചര്യത്തിൽ പോറ്റി ജയിലിൽ തുടരും. തന്ത്രിയിൽ നിന്നും തുടങ്ങിയ അന്വേഷണം ഭരണസിരാ കേന്ദ്രങ്ങളിലേക്ക് നീളുമ്പോൾ CPM പ്രതിരോധത്തിലാവുകയാണ്. പോലീസ് അന്വേഷണം വെറുമൊരു പ്രഹസനമാകുമോ അതോ യഥാർത്ഥ പ്രതികൾ നിയമത്തിന് മുന്നിൽ വരുമോ എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് ഉറ്റുനോക്കാം.